കേന്ദ്ര ബജറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിന് വേണ്ടി തയ്യാറാക്കുന്നതല്ല. അത് മുഴുവൻ ദേശത്തിനും ബാധകമായ വിഷയങ്ങളാണ് ബജറ്റിലൂടെ ആവിഷ്കരിക്കപ്പെടുക. ഇപ്പൊ കേരളത്തിന് പ്രത്യേകിച്ച് കിട്ടിയില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ ക്ഷേമ പദ്ധതികളുടെയും ഗുണഭോക്താക്കൾ കേരളീയരാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ആമ ഗവേഷണ കേന്ദ്രം അതിനെപ്പറ്റിയുള്ള കളിയാക്കലുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു തരത്തിൽ ജനങ്ങളിൽ അവരെ കുറിച്ചുള്ള തെറ്റായ ധാരണ പരത്താൻ മാത്രമേ ഉപകരിക്കുള്ളൂ. ആമയുടെ പേര് നോക്കൂ, നമ്മളെല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്, കടലിനെ സ്നേഹിക്കുന്നവരാണ്, കടൽ സമ്പത്തിനെ സ്നേഹിക്കുന്നവരാണ്, വനത്തെയും വനസമ്പത്തിനെയും സ്നേഹിക്കുന്നവരാണ്. ഇപ്പൊ നമ്മള് വന്യമൃഗങ്ങളെ കൊന്നൊടുക്കാൻ പാടില്ല. അതെ, നമ്മുടെ എന്തുകൊണ്ടാണ് വന്യമൃഗ സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത്? നമ്മുടെ നാട്ടിന്റെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് പരിസ്ഥിതി സംബന്ധമായ ശക്തമായ കർശനമായ നിയമങ്ങൾ വരുന്നത്? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളെ പോലും കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിക്കോളും എങ്ങോട്ടാണ് ഇവരുടെ ചിന്ത പോകുന്നത് എന്ന്. അപ്പോ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സഹായകമാകുന്ന തരത്തിൽ നോക്കൂ, സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ചുള്ള എത്രയെത്ര നല്ല പദ്ധതികൾ വരുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി ഹോസ്റ്റലുകൾ, എല്ലാ ജില്ലകളിലും ഹോസ്റ്റലുകളിൽ ഉണ്ടാകാൻ പോകുന്നു. ഭൗതിക സാഹചര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നിലപാടുകളും പദ്ധതികളും നമ്മൾ കൊണ്ടുവരുന്നു. BBG റാംജി പോലെയുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം മാത്രം ഉണ്ടായിരുന്നത് 125 ദിവസമായി വർദ്ധിപ്പിക്കുന്നു. അതിൽ തന്നെ കാർഷിക മേഖലയിലുള്ളവർക്ക് വേണമെങ്കിൽ 10-60 ദിവസം വിട്ടു നിൽക്കാൻ സാധിക്കുന്നു. തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് തൊഴിലില്ലായ്മ വേതനം എന്ന നിലയ്ക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. നമ്മുടെ അമ്മമാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകുന്നു. സഹോദരിമാരുടെ സംരക്ഷണത്തിന് പദ്ധതി ഉണ്ടാകുന്നു. പോഷണത്തിന് കൊച്ചു കുട്ടികൾക്ക് ശിശുവാടിക കേന്ദ്രീകരിച്ചൊക്കെയുള്ള മറ്റ് പദ്ധതികൾ ഉണ്ടാകുന്നു. ഈ പദ്ധതികളൊക്കെ കേരളവും ഗുണഭോക്താക്കളാണ് അതിന്റെ. ആവാസ് യോജനയാവട്ടെ, വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളാവട്ടെ. ഇപ്പൊ നോക്കൂ, മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ കേന്ദ്രത്തിന്റെ പദ്ധതികൾ നിഷേധിക്കുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലില്ലേ? PM ശ്രീ പദ്ധതി പോലെ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന നല്ല ഒരു പദ്ധതി ഉണ്ടായിട്ട് പോലും അതിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു ഘട്ടത്തിൽ അത് അംഗീകരിച്ചു, പിന്നീട് വീണ്ടും ഞങ്ങൾ അതിലില്ല എന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 6 വരി പാതയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ആരാണ് 6 വരി പാതയുടെ യഥാർത്ഥത്തിലുള്ള പ്രയോക്താക്കൾ? ആരാണ് കൊണ്ടുവന്നത്? ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി നടത്തിയ സംഭാഷണത്തിന്റെ കാര്യം മുഖ്യമന്ത്രി തന്നെ നമ്മോട് വെളിപ്പെടുത്തിയതാണ്. എന്തുകൊണ്ടാണ് 6 വരി പാത നിങ്ങളുടെ നാട്ടിൽ നടക്കാത്തത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു എന്ന് പിണറായി വിജയൻ തന്നെ, ബഹുമാന്യ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജൽജീവൻ മിഷൻ ഇപ്പോ ഏതാണ്ട് അത് നിലച്ച മട്ടാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അതിലേക്ക് അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് അവകാശപ്പെട്ട ജലലഭ്യത നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ അനേകം പദ്ധതികൾ വേറെ. ഇപ്പൊ ആയുഷ്മാൻ ഭാരത് താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 5 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഏറ്റവും ഉദാത്തമായ ഒരു പദ്ധതി. ആ പദ്ധതി കേരളത്തിൽ ഇന്ന് നിലവിലില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ വിഹിതം കൊടുക്കാൻ അവർ സന്നദ്ധമാവുന്നില്ല. കേരള സർക്കാർ അതിലേക്ക് നൽകേണ്ട വിഹിതം അവർ കൊടുക്കുന്നില്ല. കേന്ദ്രം തയ്യാറാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ പദ്ധതികൾ അനേകമുണ്ട്. ആ പദ്ധതികളുടെ ഒക്കെ ഗുണഭോക്താക്കൾ കേരളീയരും നമ്മൾ മലയാളികളും ആണ്. പുതിയ പദ്ധതികൾ ഇനിയും വരും. ഈ പറയുന്ന രീതിയിൽ കേരളത്തിന് അനുഗുണമായ എല്ലാ കാര്യം ഇന്നലെ വരെ ആരാധ്യനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ അതെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രദേശത്തെയും തുല്യ പരിഗണനയോടെ കാണുന്നൊരു സമീപനമാണ് പാർട്ടിക്കുള്ളത്, ദേശീയ ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.